കോതമംഗലം മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം അവകാശപ്പെട്ടു. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കും. സംസ്ഥാനത്തും ജില്ലയിലും കോതമംഗലത്തും UDF തരംഗം പ്രകടമായിരുന്നു. പോളിംഗ് ശതമാനത്തിലെ വർധനവ് UDF മുന്നേറ്റത്തിന്റെ ഫലമായാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെക്കുംപുറം വിജയിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് പകരം വീട്ടൽ കൂടിയാകും. കോതമംഗലം UDF തിരിച്ചുപിടിക്കുമെന്നതിൽ സംശയമില്ല. മികച്ച പോളിംഗ് ശതമാനവും UDFന് അനുകൂലമാണ്. UDF തരംഗം പ്രകടമാണ്. ചരിത്ര ഭൂരിപക്ഷത്തോടെ കോതമംഗലത്ത് വിജയിക്കുമെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. 10 വർഷത്തെ വികസന മുരടിപ്പിന് ജനം മറുപടി നൽകും. എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും UDF മികച്ച വിജയം നേടുമെന്നും ജില്ലാ കൺവീനർ കൂടിയായ ഷിബു തെക്കുംപുറം അവകാശപ്പെട്ടു. മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനവട്ട കണക്കുകൾ വരുന്നേ ഉള്ളൂ. എങ്കിലും 90% ഒരു പോളിംഗിൻ്റെ കണക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ ഒറ്റക്കെട്ടായി UDFനോടൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിലെ 14 നിയോജകമണ്ഡലത്തിലും ഉജ്ജ്വലമായ വിജയം നേടും. കോതമംഗലത്ത് ചരിത്ര ഭൂരിപക്ഷത്തിന് UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും. എല്ലാ തരത്തിലുമുള്ള വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു നിയോജകമണ്ഡലമാണ് കോതമംഗലം. അപ്പോൾ ജനങ്ങൾ വികസനത്തിൻ്റെ പേരിൽ ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള ചുട്ട മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലയിലുള്ള വലിയ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. UDFൻ്റെ തരംഗം കേരളത്തിലും കോതമംഗലത്തും ശക്തമായി ആഞ്ഞടിക്കുകയും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2021 ആന്റണി ജോണിനെയാണ് ഷിബു തെക്കുംപുറം നേരിട്ടത്. 6000-ൽ പരം വോട്ടിന്റെ പരാജയമായിരുന്നു ഫലം. ഇത്തവണ വിജയിക്കാനായാൽ അന്നത്തെ തോൽവിക്കുള്ള പകരം വീട്ടലായി മാറും. 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ കോതമംഗലത്ത് വിജയിക്കുമെന്നാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. GTV ന്യൂസ്, കോതമംഗലം.